ഇനിയിപ്പോൾ സീരിയലിന്റെ നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. മഹിമ രേവതിയെ ചീത്ത വിളിച്ചിട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. സച്ചി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മഹിമ അങ്ങനെ പൊതുവെ രേവതിയെ കണ്ടാൽ അങ്ങനെ സംസാരിക്കുന്ന ആളോ അങ്ങനെ ആർക്കും മര്യാദ കൊടുക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം സച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്തിനാണ് മഹിമ അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവര് പൂ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്ന് പറയുകയാണെ. എന്നിട്ട് അവർ കാറിൽ കയറി പോകുന്ന സമയത്ത് ഞാൻ രേവതി അവരുടെ കയ്യിൽ പൂവൊന്നും കണ്ടില്ലല്ലോ. അത് സച്ചിയേട്ട അവര് വീട്ടിലേക്ക് പോകുന്ന വഴിയെ എന്നെ കണ്ടപ്പോൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് പോയി, അത്രയേ ഉള്ളൂ. രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ രേവതി നീ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? നിന്റെ മുഖം കണ്ടുകഴിഞ്ഞാൽ അറിയാലോ രേവതി മറ്റെന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇല്ല സച്ചേട്ടാ, ഇതൊന്നും രേവതി അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചേട്ടാ ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റുമോ? രേവതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അവിടെയുള്ള ചേച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ എന്തിനാ ഇതെല്ലാം മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുകയാണെ. പക്ഷെ രേവതി ആണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കോ. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ മിണ്ടാതിരിക്കേ, ചേച്ചി എന്താ നടന്നെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കാര്യം പറ. ആ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടല്ലോ രേവതിയെ എന്തൊക്കെയോ പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് പോയി. എനിക്ക് അപ്പോഴേ തോന്നി, അല്ലെങ്കിലും ആ പെണ്ണുങ്ങളൊന്നും ഇറങ്ങി വന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ആളല്ലല്ലോ. അവര് എന്ത് പറഞ്ഞിട്ടാ രേവതി ചീത്ത വിളിച്ചത്? ഇല്ല സച്ചേട്ടാ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ചേച്ചി എന്തിനാ ഇപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടി പോയത്? രേവതി അവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അവരുടെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് എന്നും അധ്വാനിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. വെറുതെ അവരുടെ മകളെ വശീകരിച്ചിട്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ കേട്ടിട്ട് രേവതി എങ്ങനെ ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റുന്നത്? ഓ അങ്ങനെയൊക്കെ അവര് സംസാരിച്ചോ? അത്രയ്ക്കും അവർക്ക് അഹങ്കാരമായോ? എന്തിനാ രേവതി അവര് ഇതൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞു പോയത്? ഇതെല്ലാം സച്ചിയേട്ടാ നിങ്ങളുടെ അമ്മയുടെ പണിയാണ്. അമ്മ എന്തൊക്കെയോ വർഷയുടെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചീത്ത വിളിച്ചത്. അവർ ചീത്ത വിളിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുകയായിരുന്നോ? ഞാനും സച്ചേട്ടാ നന്നായിട്ട് കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇല്ല ഇല്ല, അവരെന്താ പറഞ്ഞത്? നേർമയോട് കൂടിയിട്ട് അധ്വാനിക്കുന്നില്ല എന്നല്ലേ? എന്ത് നേർമയില്ലാതെ അധ്വാനിച്ചു എന്നാണ് അവര് പറയുന്നത്? വാ രേവതി വാ നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എന്തിനാ സച്ചേട്ടാ അതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട് സച്ചേട്ടാ, എന്റെ വണ്ടി വരെ ഇവിടെയുണ്ട്. അത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ കീ എടുത്ത് ചേച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആരെടുത്തോ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സച്ചി രേവതിയെ ചീത്ത വിളിച്ച അവർക്ക് നന്നായിട്ട് കൊടുത്തിട്ട് താന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന ചേച്ചി പറയുന്നുണ്ട്. രേവതി നിന്റെ അടുത്ത് വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ. അവരങ്ങനെ കാറിൽ പോകുന്നതേ കാണിക്കുന്നുള്ളൂ. പിന്നീട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, വർഷയുടെ അമ്മയുടെ അടുത്ത് ഒറ്റ കൊടുത്തു, പക്ഷേ അവരെന്തെങ്കിലും ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി കയറി വരുന്നത്. അവരുടെ വരവ് കാണുമ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേരെന്താ ഇന്ന് നേരത്തെ വന്നതെന്ന്? ഇതെന്താ ആന്റി ഓഫീസാണോ? പോകുന്നതും വരുന്നതും കറക്റ്റ് സമയത്താവാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ഇങ്ങോട്ട് കയറി വന്നൂടെ? അയ്യോ വർഷേ, ഞാൻ സാധാരണ പോലെ ചോദിച്ചേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മേ അവള് വേറെന്തോ ടെൻഷനിലാണുള്ളത്, അത് വിട്ടേക്ക്. എടാ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാണേ. അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എനിക്ക് തനിയെ സംസാരിക്കണമെന്ന് പറയണേ. അമ്മ അങ്ങനെ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ ആളുകൾ എന്തെങ്കിലും പറയും. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ട്, നീ സംസാരിച്ചിട്ട് വാ, ഞാൻ റൂമിലുണ്ടാവും എന്ന് പറഞ്ഞ് വർഷ അങ്ങ് പോവുകയാണേ. വർഷ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഞാനിന്ന് വർഷയുടെ അമ്മയെ പോയി കണ്ടിരുന്നു. എന്തിനാ പോയത്? അവളടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്താണെന്നുള്ള കാര്യം നിനക്കറിയണ്ടേ? ഇവിടെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിനക്കും അറിയാലോ. നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും തരുന്നില്ല. ആ പൂക്കെട്ടുന്നവളുമായിട്ട് ചേർന്നിട്ട് അവൾ ഓരോരോ പണികൾ ഒപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടില്ല ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ചിലതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതിന് മാത്രം അമ്മ ഇവിടെ എന്താണ് നടന്നത്? അമ്മ എന്നാണ് ആന്റീന്റെ അടുത്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുവാണേ. സച്ചി വരുമ്പോ തന്നെ, എടാ ശ്രീകാന്തെ എവിടെടാ നിന്റെ ഭാര്യ? എന്താ സച്ചിയേട്ടാ എന്തിനാ കിടന്ന് ഒച്ചയെടുക്കുന്നത്? എന്തിനാണ് സച്ചിയേട്ടൻ വന്ന ഉടനെ തന്നെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ എന്താ ചെയ്യേണ്ടത്? ഈ വീട്ടില് എന്ത് നടന്നു കഴിഞ്ഞാലും അതിനൊക്കെ കാരണം ഞാനാണോന്ന് രേവതി? എന്താ പറ്റിയ രേവതി ചേച്ചി? രേവതി ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? അത്രയും മോശപ്പെട്ട ആൾക്കാരാണെന്നാണോ? നിന്റെ ഭാര്യ എന്താടാ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? പണക്കാരെ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൈകെട്ടി നോക്കി നിൽക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ സച്ചി കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ടല്ലോ. അത് കണ്ട
ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ വായ അടപ്പിക്കുകയാണേ. പക്ഷേ ചന്ദ്രയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. കാരണം രണ്ടുപേരും കൂടി തമ്മിൽ അടിയുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണല്ലോ മഹിമയെ എരിവരി കയറ്റി വിട്ടത്. എവിടെയാണ് നിന്റെ ഭാര്യ വർഷ? അവള് റൂമിന്റെ ഉള്ളിലുണ്ട്. ഇന്നത്തോടു കൂടി ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനമാക്കി തരാം. വാടാ ഇങ്ങോട്ട്, രേവതി വാ എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി റൂമിൽ കയറുവാണേ. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ സച്ചിയേട്ടാ എന്ന് വെച്ചിട്ട് പുറകെ ചെല്ലുന്നുണ്ട്. അവർ ആ പോകുന്ന പോക്ക് കാണുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആഹാ കൊള്ളാലോ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുവാണല്ലോ, എന്തായാലും മഹിമ ആണ് ഇതിന് കാരണമെന്ന് ഉറപ്പാണ്. ഉള്ളിൽ കയറിയ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്ക് വർഷേ, നിന്റെ അമ്മ ആവശ്യമില്ലാതെ വന്നിട്ട് രേവതിയെ ചീത്ത വിളിച്ചു. അതിനെക്കുറിച്ച് ഞാനും അറിഞ്ഞു. പക്ഷെ അതിന് കാരണം എന്റെ അമ്മയല്ല, നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അതിന് വർഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? വെറുതെ നിന്റെ അമ്മ എന്തിനാ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത്? അത് നിങ്ങൾ പോയിട്ട് ചേച്ചി വർഷയുടെ അമ്മയുടെ അടുത്താ ചോദിക്കുന്നത്. ഞങ്ങൾ എന്താണ് പോയി ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് സച്ചി റേസ് ആകുമ്പോഴേക്കും സച്ചിയേട്ടൻ എന്തിനാ എന്റെ അടുത്ത് ഒച്ചയെടുക്കുന്നത്? പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വായും മൂടിയിട്ട് ചുമ്മാ ഇരിക്കണമെന്ന് ചോദിക്കാണ് രേവതി. അവർ തമ്മിൽ അടിയുണ്ടാക്കുന്ന ശബ്ദം മാത്രമേ നമ്മുടെ ചന്ദ്ര പുറത്തുനിന്ന് കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒച്ചയെടുക്കുന്നത്? അതൊക്കെ പോയി ചോദിക്കേണ്ട അടുത്ത് പോയി ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വർഷമൊക്കെ ഒച്ചയെടുക്കുവാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഹാവു, ഞാൻ വിചാരിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആശ്വാസത്തിലാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എന്താ പ്രശ്നം, എന്താ അവിടെ ശബ്ദം എന്ന് ചോദിക്കുകയാണേ. എല്ലാം സച്ചി കാരണമാണ്, അവനാണല്ലോ ഈ വീട്ടില് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളിന്ന് വർഷയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കണം, അല്ലാതെ വർഷയുടെ നേർക്ക് തിരിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരെല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ നിൽക്കുമ്പോൾ ശരിക്കും രവിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അവർ 4 പേരും കൂടി ചേർന്നിട്ടാണോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, എന്താ പ്രശ്നം എന്നുള്ള കാര്യം അറിയുമെന്നും കൂടി രവി ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ എനിക്കറിയുന്നത്? എന്തായാലും രേവതി കാര്യം തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്. അവളാണല്ലോ ഈ വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നീ എന്തിനാ എല്ലാത്തിനും രേവതിയെ കുറ്റം പറയുന്നത്? പിന്നെ ആര് കാരനാണ് രവിയേട്ട ഇവിടെ പ്രശ്നം വരുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ശ്രുതിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ അവൾ ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഇപ്പോ അവളാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് അവളുടെ തനി സ്വരൂപം കാണിച്ചു. എന്നാൽ അവളാണെന്നുണ്ടെങ്കിൽ ഇവളെ ചുമ്മാ വിടുവോ? എന്തിനാണ് അവ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ രവി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്ന സമയത്ത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു പ്രശ്നമാകുന്നു തന്നെയാണ്. രവി ഭയങ്കര വിഷമത്തോടു കൂടി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഭയങ്കര ഹാപ്പിയാണേ. കാരണം ചന്ദ്ര എന്താണോ വിചാരിച്ചത് അതാണല്ലോ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സച്ചേട്ട എപ്പോൾ നോക്കി കഴിഞ്ഞാലും സച്ചേട്ടൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും സച്ചേട്ടൻ പ്രശ്നത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഞാനും ചുമ്മാതിരിക്കില്ല. ഇതുവരെ ഞാൻ അടങ്ങി നിൽക്കുന്നത് രേവതി ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന ആൾ വിചാരിക്കും അവിടെ റൂമിൽ ഭയങ്കര പ്രശ്നമാണെന്ന്. പക്ഷെ 4 പേരും കൂടി ചേർന്നിട്ടുണ്ടല്ലോ അവിടെ ചിപ്സ് അതുപോലെ ബിസ്ക്കറ്റ് ഇതെല്ലാം കൂടി തിന്ന് ഭയങ്കര തോളും കൈയിട്ടിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഡ്രാമയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിഡ്ഢിയായ നമ്മുടെ ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം അടിയുണ്ടാക്കുകയാണെന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. ചന്ദ്രയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 പേരും കൂടി ഒപ്പിച്ച പണിയാണിത്. ചന്ദ്രയുടെ ഉദ്ദേശം ഇവർ രണ്ടുപേരും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇവർ തമ്മിൽ അടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്ര ഒന്ന് ഒതുങ്ങുമല്ലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ട് ഇവരെ പരസ്പരം അടുപ്പിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ രേവതിക്കാണ് ഈ ഒരു ബുദ്ധി തോന്നിയത്. അവരുടെ അഭിനയത്തിൽ നിന്നും ചന്ദ്രയ്ക്കൊരു സന്തോഷം കിട്ടും, എന്നാൽ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യങ്ങളൊന്നും അറിയാതെ രവിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. കാരണം ഇവർ 4 പേരും നല്ല കൂട്ടായിരുന്നല്ലോ. അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർ അടിയുണ്ടാക്കുക എന്നുള്ളത് രവിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം സംസാരം തീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല. എന്തായാലും ഇനി നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലോ ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിലോ ഇടപെടാൻ വേണ്ടിയിട്ട് വരില്ല. ഇതോടുകൂടിയിട്ട് എല്ലാം അവസാനിപ്പിച്ചോണം. ചന്ദ്രയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 4 പേരും കൂടി പ്ലാൻ ചെയ്തത്. എന്നാൽ പുറത്തിറങ്ങിയിട്ട് അച്ഛൻ അവിടെ കാണുന്ന സമയത്ത് രേവതിക്കും അതുപോലെ തന്നെ സച്ചിക്കും ഒരു പരിങ്ങൽ പോലെയുണ്ട്. 2 പേരും പുറത്തേക്ക് വന്ന ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രശ്നം, എന്തിനാടാ ഇങ്ങനെ കിടന്നിട്ട് ഒച്ച എടുക്കുന്നത്? ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛ, ഞങ്ങളും എത്രയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഞങ്ങൾക്കും സ്വയം മര്യാദയൊക്കെ ഇല്ലേ? അതിന് മാത്രം എന്ത് പ്രശ്നമാണടാ? നാട്ടുകാരെ കേൾപ്പിക്കുന്ന രീതിയിലാണോ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്? അച്ഛ, എത്രയെന്ന് വെച്ചിട്ടാണ് ഞാനും സഹിക്കുന്നത്? ഇവരുടെ മുമ്പിൽ നിൽക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അച്ഛ. ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണ് അച്ഛ. ഞാൻ കാറ് തുടയ്ക്കാൻ വേണ്ടി പോവാണ്, താഴെ കാറ് തുടയ്ക്കാൻ വേണ്ടി പോവാണ്. കഴുത്തോണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അച്ഛ അങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ. രവി അങ്ങനെ കാര്യമൊന്നും മനസ്സിലാവാതെ സച്ചിക്ക് പുറകെ ഇങ്ങനെ മെല്ലെ പോകുന്നുണ്ടെങ്കിലും ചന്ദ്ര രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടി കുടുംബത്തെ തമ്മിൽ പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. വെറുതെ ചുമ്മാ എല്ലാ കാര്യത്തിനും എന്നെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തിക്കോണം. ഒരേ കുടുംബാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സഹിച്ചു പോകുന്ന സമയത്ത് എല്ലാവരും കരിങ്ങണ്ട് എന്റെ തലയിലിരിക്കുകയാണോ? അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്? അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളടുത്ത് ഞാൻ സംസാരിക്കില്ല എന്നുള്ള കാര്യം. ഇനി
എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള വഴിക്ക് വരണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും എനിക്ക് വേറെ പണിയില്ലേ വർഷേ, വെറുതെ എൻ്റെ അടുത്ത് അടിയുണ്ടാക്കാനുള്ള പണിയുണ്ടല്ലോ അത് നീയും നിർത്തിക്കോണം. ഇനി നീ എൻ്റെ പരിസരത്ത് പോലും നിന്നെ ഞാൻ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവുകയാണേ. ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സന്തോഷമാവുന്നുണ്ടെങ്കിലും രവിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. കാരണം രേവതിയും അതുപോലെ വർഷയും തമ്മിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചേച്ചി അനിയത്തിനെ പോലെയാണല്ലോ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രവിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ താഴേക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണേ. ചന്ദ്രയുടെ പണി തീർന്നിട്ടില്ലല്ലോ. വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വർഷേ എന്താ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത്? ഇത് കേട്ട വർഷയാണെങ്കിൽ ഒട്ടും കുറച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആന്റി, ഇപ്പോഴാണ് ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും സത്യസന്ധമായിട്ടുള്ള മുഖം എനിക്ക് മനസ്സിലാകുന്നത്. അത് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ ആ മുഖഭാവം ഒന്ന് വർഷം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടേ. വർഷയെ നോക്കുമ്പോഴേക്കും വർഷയാണെങ്കിൽ മുഖം വേറെ രീതിയിൽ പിടിക്കുകയാണ്. ഇതുകൊണ്ടാണ് വർഷയെ ഞാൻ പറഞ്ഞത് വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ആൾക്കാരുമായിട്ട് വേണം നമ്മൾ പഴകാൻ വേണ്ടിയിട്ട്. എന്നാൽ നീ ആണെന്നുണ്ടെങ്കിൽ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുപോലെ കാണും. ഇപ്പോ അവളുടെ തനി സ്വരൂപം കാണിച്ചത് കണ്ടില്ലേ? അല്ലെങ്കിലും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ആരെ എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കണം നമ്മള്. ആന്റി കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഞാനാ തെറ്റ് ചെയ്തത്. ആന്റി പറഞ്ഞതാണ് കറക്റ്റ്. ഞാൻ ആന്റിയുടെ വാക്ക് കേൾക്കണമായിരുന്നു. ശരി വർഷേ, അതൊക്കെ വിട്ടേക്ക്. ഇവളൊക്കെ നന്നായിട്ട് അഭിനയിക്കും. ഇങ്ങനെ അഭിനയിച്ച് എല്ലാവരെയും കബളിപ്പിക്കും. ഇപ്പോ അവൾ ആരാണെന്നുള്ള കാര്യം പക്ഷേ നിനക്ക് മനസ്സിലായില്ലേ? ആ മനസ്സിലായ ആന്റി. അവളുടെ തനി നിറം ഇപ്പോഴാണ് ആന്റി എനിക്ക് മനസ്സിലായത്. പാവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആന്റി ഞാനെന്ന് പറഞ്ഞ് വർഷം മുഴുവനാക്കുന്നതിന് മുമ്പ് അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ രേവതി വരുന്നത്. അങ്ങനെ എന്നെ ആരും പാവം പാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് പാവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും എല്ലാം ചെയ്തു തന്നത്. അങ്ങനെ ആരും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തരണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി എന്ന് വർഷ. നീയും നിന്റെ പണി നോക്കിയാൽ മതി. നീ എന്തിനാടി ഇവളുടെ അടുത്ത് ചീത്ത വിളിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അമ്മ അവളുടെ അടുത്ത് പറഞ്ഞേക്ക് എന്റെ വഴിയെ വരണ്ട എന്നുള്ള കാര്യം. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചുമ്മാതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ നീ വലിയ ആളല്ലേ, ഒന്ന് പോയിട്ട് നീന്റെ പണി നോക്കടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രേവതി അങ്ങ് ഓടിച്ചു വിടുവാണ്. കണ്ടില്ലേ വർഷേ, ഇവളൊക്കെ തെരുവിൽ ചന്ത കിടന്നുകൊണ്ട് അടിയുണ്ടാക്കുന്ന ടീംസുകളാണ്. ഇവളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് വെറും വേസ്റ്റ് ആണ്. ഇല്ല ആന്റി, ഞാനിനി ഒരിക്കലും അവളുടെ അടുത്ത് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് വർഷം അങ്ങ് മുറിയിലേക്ക് കയറി പോവാണ്. ഓ, ആ ഒരു സീനും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ചന്ദ്രയുടെ ഒരു സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. പക്ഷെ ചന്ദ്രയെ പൊട്ടത്തിയേക്കാണെന്നുള്ള കാര്യം പാവം ചന്ദ്ര മനസ്സിലാക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്കരിക്കിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? ഇത്രയും നാള് ഏട്ടനും അനിയന്മാരും തമ്മിൽ അടിയുണ്ടായിരുന്നു. അത് 2 ദിവസത്തിനുള്ളിൽ കഴിയും. പക്ഷേ ഇങ്ങോട്ട് ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മരുമകൾ തമ്മിൽ ഇപ്പോൾ അടിയാണല്ലോ. അവരെ സമാധാനിപ്പിക്കാണ്ട് നീയും അവരെ കൂടെ ചേർന്നെങ്ങാണ്ട് അടി ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് റേസ് ആവാണേ. അച്ഛ, അങ്ങനെയൊന്നും ഇല്ലാന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും നീ മിണ്ടി പോരുത്തടാ. നാട്ടുകാർ മൊത്തം കേട്ടു. എന്നിട്ടാണോ നീ അടിയില്ല എന്നുള്ള കാര്യം പറയുന്നത്? സാധാരണയായിട്ട് നീയല്ലേ എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത്, വെറുതെ കിടന്ന് ഒച്ചയെടുക്കും. എന്നാൽ രേവതി അങ്ങനെയല്ലല്ലോ. ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ഒരേ ഒരു വ്യക്തി രേവതി മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അവളും കൂടി ചേർന്നിട്ടാണല്ലോ അടി ഉണ്ടാക്കുന്നത്. ഇതൊന്നും സച്ചി ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അച്ഛൻ അങ്ങനെ ഭയങ്കര ടെൻഷൻ ആവുന്നത് കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛ അടിയൊന്നും അല്ല അച്ഛ, ഇത് വെറും ഡ്രാമയാണ്. എടാ, നീ എന്തിനാടാ എന്നെ നിന്ന് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാനത് സംസാരിച്ച് ശരിയാക്കില്ലേ? അതൊന്നും ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുന്നത്? ഇതൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ മനസ്സ് വേദനിപ്പിക്കുന്നത്? ഇതൊന്നും അച്ഛ അങ്ങനത്തെ സീനല്ല, ഇത് വേറെയാണ്. എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്. ഇതച്ഛ അടിയൊന്നുമല്ല, ചുമ്മാ ഡ്രാമയാണ് അച്ഛാ. അച്ഛാ, ജോളിയായിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് മിക്സ്ചറും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കായിരുന്നു. പിന്നെ എന്തിനാ അടി ഉണ്ടാക്കിയത്? ശബ്ദം പുറത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതെ അച്ഛാ, ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഉടായ്പ പണിയാണ്. എന്തൊക്കെയാടാ സച്ചി നീ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതച്ഛാ, നമ്മുടെ രേവതിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ആരാ? അത് നീ. അച്ഛാ, ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാരാണ്? രേവതി അനിയത്തിയെ പോലെ എന്നുള്ള കാര്യം പറയില്ലേ, അതാരാണ്? അത് വർഷ. അതെ, അവർ രണ്ടുപേരും നല്ല കട്ടയ്ക്ക് നിൽക്കുവാണ്. രേവതിക്ക് വർഷ സപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റുമോ? അമ്മയ്ക്ക് ഫയർ എഞ്ചിന് കോൾ ചെയ്യുന്നത് പോലെ വയറ് ഭയങ്കരമായിട്ട് എരിഞ്ഞോണ്ടിരിക്കും. അത് ശരിയാണ്, അവൾ ഇടയ്ക്കിടയ്ക്ക് മുറുമുറുക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്നാച്ചാ ആ മുറുമുറുപ്പ് ഇതോടുകൂടി നിർത്തിയില്ല. അവര് വേറെ പണിയൊക്കെ ഒപ്പിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു എന്നാണടാ? നമ്മുടെ വർഷയുടെ അമ്മയില്ലേ മഹിമ, അവരെ പോയിട്ട് അമ്മ കണ്ടു. മഹിമയെ എന്തിനാണ് പോയി കണ്ടത്? അമ്മ രണ്ടുപേരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ എന്തൊക്കെയാടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ, മഹിമാന്റിയെ പോയി കണ്ടിട്ട് അമ്മ പോയി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മകള് എനിക്ക് ഒരു മതിപ്പും തരുന്നില്ല. വർഷ എന്റെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്നും അവള് ശരിയല്ല. രേവതിയുടെ കൂടെ ചേർന്നിട്ട് എനിക്ക് ഒരു വിലയും തരുന്നില്ല. നിങ്ങള് മകളെ ഇങ്ങനെയാണൊക്കെയാണോ വളർത്തിരിക്കുന്നതെന്നൊക്കെ പോയി ചോദിച്ചിരിക്കുന്നു. ഇത് കേട്ട രവി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം. നമ്മുടെ അമ്മ രാജതന്ത്രിയല്ലേ? രേവതിയെയും വർഷയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ
ചെറിയ ട്രിക്ക് അടിച്ചതാണ്. വർഷയുടെ അമ്മ മഹിമയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുപോരാത്തതിന് ഇവൾ അവിടെ പോയിട്ട് എരിവരിയും കൂടി കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ആ പെണ്ണുങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊക്കെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞാ അവര് നേരെ വന്നത് രേവതിക്ക് അരികിലേക്കാണ്. എന്റെ മകളെ നീ ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കിടന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു. പാവം രേവതിക്ക് അത് വിഷമായി കാണുമല്ലോ. അച്ഛാ വിഷമായി. ആ വന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാനും പോയിട്ട് 4 ആ പെണ്ണുങ്ങളെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഇത് കേട്ട രവി ചോദിക്കുന്നുണ്ട്, എടാ നീ ഇനിയും പ്രശ്നം എന്തിനാ വഷളാക്കാൻ വേണ്ടി നിൽക്കുന്നത്? നീ പോയിട്ട് എന്തെങ്കിലും അടി ഉണ്ടാക്കിയോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞാൻ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് രേവതിയും കൂട്ടിയിട്ട് കാറിൽ കയറി പോയത്. ആ സമയത്ത് രേവതി ഒരു കാര്യം പറഞ്ഞു. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടേ. ആ പെണ്ണുങ്ങൾ എങ്ങനെയാണ് നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒച്ചെടുക്കുക? എല്ലാത്തിനും നിന്നെ പറഞ്ഞാൽ മതി, നീ എല്ലാത്തിനും താന്നു കൊടുക്കും, അതുകൊണ്ടാണ് എല്ലാവരും നിന്റെ തലയിൽ കയറിയിട്ട് നിരങ്ങുന്നത്. ഞാനും സച്ചേട്ടൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾക്ക് ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. അയാളായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. 2 തവണ അയാൾ എൻ്റെ അടുത്ത് നിന്ന് അടി മേടിച്ചിട്ടുണ്ട്. അതൊന്നും അയാൾക്ക് പോരാന്ന് തോന്നുന്നത്. എന്തായാലും ഇന്ന് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സച്ചേട്ടൻ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? അയാളുടെ അടുത്ത് പോയിട്ട് 4 വർത്താനം പറയണം. അവിടെ പോയിട്ട് എന്ത് പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ഒരു കാര്യമില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അമ്മയാണ്. ആര്? അമ്മയോ? അതെ സച്ചേട്ടാ, ഞാനും വർഷയും ഭയങ്കര ക്ലോസ് ആണല്ലോ. പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ, അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ നേരിട്ട് പോയി ചോദിക്കാം. ഇത് നോക്ക് സച്ചേട്ടാ, നിങ്ങൾ നേരിട്ട് പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അമ്മ ഒന്നും അറിയില്ലെന്നേ പറയുള്ളൂ. എനിക്കും വർഷയ്ക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഓൾറെഡി അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതോട് കൂടിയിട്ട് വിടാനൊന്നും പോകുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരെയും പരസ്പരം അടുപ്പിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന രേവതി ഈ പറയുന്നത്? ഇതിന് ഒരേ ഒരു വഴിയുള്ളൂ. നമ്മളും ശ്രീകാന്തും വർഷയും തമ്മിൽ അടി ഉണ്ടാക്കണം. നമ്മൾ എന്തിനാ അവരായിട്ട് അടി ഉണ്ടാക്കുന്നത് പോലെ അഭിനയിക്കണം. ഞാനും വർഷയും തമ്മിൽ നല്ല ടേംസിലല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് വിശ്വാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും പുറകെ പോവില്ല. ഇല്ലെങ്കിൽ ശരിക്കും എനിക്കും വർഷയ്ക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ രേവതി നേരെ അവിടെ പോയിട്ട് ചോദിച്ചിട്ട് ഒച്ച എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല അമ്മ. അതല്ല സച്ചേട്ടാ, നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തായാലും സന്തോഷമാകും. പിന്നെ ഏടാകൂടമായിട്ട് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പോവില്ല. നീ അങ്ങനെയാണല്ലേ പറയുന്നത്? അതും ശരി തന്നെയാണ്. അമ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കും. എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിനെയും വർഷയും വിളിച്ചിട്ട് അവർ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. 4 പേരും കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ 4 പേരും കൂടി ചേർന്ന് അഭിനയിച്ചതാണ് എന്നുള്ള കാര്യം നമ്മുടെ രവിയെ അറിയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.